അന്ന് അവിടെ വെച്ച് MD വാസുദേവൻ നായർ സാറ് MD സാർ നടന്നു പോകുമ്പോൾ ഒരു കൈ കൊടുത്ത് എന്നും മനസ്സിൽ മായാത്ത ഓർമ്മയായി നിൽക്കുന്നു. അതിനുശേഷം MDയെ കാണുന്നത് 98 ആണ്. ബഹ്റിൽ വന്നിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ സമയത്താണ്. അത് ബഹ്റിൻ പയനിയേഴ്സിന്റെ ഫിലിപ്പ് ഡാനിയൽ അന്ന് അതിന്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പയനിയേഴ്സിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് MD വാസുദേവൻ നായർ അദ്ദേഹത്തിനെ ഫംഗ്ഷനിൽ ഉദ്ഘാടനമായിട്ടോ അല്ലെങ്കിൽ പ്രധാന പ്രസംഗകനായിട്ടോ ഒക്കെ വിളിച്ച ഒരു ചടങ്ങിലേക്കായിരുന്നു. ആ ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചില ചോദ്യങ്ങൾ പ്രകോപനപരമായിരുന്നു അന്നത്തെ MDയുടെ വായനയുമായി ബന്ധപ്പെട്ട്. അത്തരത്തിൽ തന്നെയാണ് എനിക്ക് മറുപടി കിട്ടിയത്. പക്ഷെ അവിടെ അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ തുടക്കം ആയി മാറുകയായിരുന്നു അത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് 2001 ആണ് പിന്നീട് MD സാറിനെ കാണുന്നത്. അത് ഈ 98 തുടർച്ചയായിട്ട് ആ ഒരു പരിചയം വളരുകയും MD സാറിനെ കാണാനായിട്ട് അനുവാദം കിട്ടുകയും ചെയ്തു. അനുവാദം കിട്ടുന്നത് വളരെ രസകരമായ അനുഭവമായിരുന്നു. അത് എന്റെ പ്രിയ സുഹൃത്തായ മനോഹരന്റെ റൂമിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോ MD സാർ വരാമെന്ന് പറഞ്ഞു. മനോഹരൻ അതിന്റെ ഏതാനും മാസം മുമ്പ് അതേ റൂമിൽ തന്നെ കടമനിട്ട രാമകൃഷ്ണൻ സാർ വരികയും ഞങ്ങൾ ഒരു 3-4 മണിക്കൂർ സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് MDയെ കാണാൻ പോകുമ്പോൾ എന്റെ കൂടെ എനിക്ക് ആ മീറ്റിംഗ് കിട്ടിയപ്പോൾ ഞാൻ 3 പേരുടെ കൂടെ കൂട്ടിയിരുന്നു. ഒന്ന് നേരത്തെ പറഞ്ഞ മനോഹരൻ എന്ന് പറയുന്ന മനോഹരൻ വി പേരകം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തും, മറ്റൊന്ന് ജയചന്ദ്രൻ എന്ന് പറയുന്ന എഴുത്തുകാരനും, മറ്റൊന്ന് ബെന്നി എന്ന് പറയുന്ന ബെന്യാമിനും ആയിരുന്നു നല്ലതാണ്. ഈ ഞങ്ങൾ 4 പേരും കൂടി MD സാറിനെ കാണാൻ പോകുന്നു. ഇവർക്ക് 3 പേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്കും തീർച്ചയായിട്ടും. ഞാൻ അതിനു മുമ്പ് കണ്ട അനുഭവങ്ങളൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ ആദ്യമായിട്ട് MDയെ കാണുന്നു. ഞങ്ങള് 4 മണിക്കൂർ ഫാമിലി പ്ലാസ എന്ന് പറയുന്ന അന്നത്തെ സമാജം പ്രസിഡന്റായിരുന്ന റോബർട്ട് സെബാസ്റ്റ്യൻ നടത്തുന്ന സ്ഥാപനത്തിൽ വെച്ചാണ്, അത് അവിടുത്തെ ഒരു മീറ്റിംഗ് റൂമിൽ വെച്ചാണ് കാണുന്നത്. അദ്ദേഹം കൂടെ വരാൻ എന്തോ പിന്നീട് തയ്യാറായില്ല. അങ്ങനെ കൂടെ വരാൻ തയ്യാറാകാതെ ഇരുന്നതിന് പുറത്തേക്ക് പോകുന്നതിനുള്ള ചില റെസ്ട്രിക്ഷൻസ് വരികയും അങ്ങനെ അവിടെ വെച്ച് ഒരു 3-4 മണിക്കൂർ സമയം ഞങ്ങള് സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്ന് അദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കുകയും ഇടയ്ക്ക് ഞങ്ങളുടെ സൃഷ്ടികൾ വായിക്കുകയും ചെയ്തു. 2 കവിതകൾ ഞാനും വായിച്ചിരുന്നു. മനോഹരൻ അദ്ദേഹത്തിന്റെ കഥകൾ വായിച്ചിരുന്നു. എല്ലാവരും സൃഷ്ടികൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ MD സാർ വളരെ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്റെ 2 കവിതകൾ വായിച്ചിട്ട് ഞാൻ ഒരു ക്യൂരിയോസിറ്റി, ഒരു കുട്ടിയെ പോലെ അദ്ദേഹത്തോട് ചോദിച്ചു. മനോഹരനും ജയചന്ദ്രനും ബെന്യാമിനൊക്കെ സാക്ഷിയാണ്. ചോദിച്ചു, ഈ 2 കവിതകളിൽ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചപ്പോ എനിക്ക് കിട്ടിയ നൊബൽ പ്രൈസ് പോലെ ഞാൻ കൊണ്ട് കിടക്കുന്ന ഒരു വാക്കായിരുന്നു, 2 നല്ലതാണ് എന്ന്. അപ്പോ എത്രയോ സമയം എന്നിലുണ്ടായ സന്തോഷം വളരെ പ്രധാനപ്പെട്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും MD സാറിനെ കാണാനുള്ള ഭാഗ്യം കിട്ടുന്നത് പിന്നീട് അത് കഴിഞ്ഞ് 2002 ഞാൻ MD സാറിനെ ഞാൻ എന്റെ സാഹിത്യ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഞാൻ കൈരളി TV പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റിലെ എന്റെ പ്രോഗ്രാം തുടങ്ങി. ആദ്യത്തെ പ്രോഗ്രാം ഒരു ടോക്ക് ഷോ ആയിരുന്നു, സോളാ വർത്തമാനം എന്ന പേരിൽ. രണ്ടാമത്തെ പ്രോഗ്രാമിന്റെ പേര് ഹെവൻലി ഹിറ്റ്സ് എന്നായിരുന്നു. ഹെവൻലി ഹിറ്റ്സിന്റെ തുടക്കം അതൊരു 3 അതായത് ഒരാൾ വിളിക്കുന്നു, അയാൾ വിളിച്ചുകൊണ്ട് ഫോണിലൂടെ വിളിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ച്, ആങ്കറോട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളോട് സംസാരിക്കുക എന്നുള്ളതായിരുന്നു. അന്ന് പ്രധാനപ്പെട്ട ബഹറിലെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന രാധാകൃഷ്ണൻ മാഷ് അദ്ദേഹത്തിന്റെ ടീച്ചറായിരുന്ന സരസ്വതി ടീച്ചറെ, കലാമണ്ഡലം സരസ്വതി ടീച്ചറെ അവിടെ സംസാരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും സരസ്വതി ടീച്ചറുമായിട്ട് മുൻകൂട്ടി തന്നെ ഇതിനുള്ള സമ്മതം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സരസ്വതി ടീച്ചറെ വിളിച്ചപ്പോൾ MD സാറാണ് ഫോൺ എടുത്തത്. MD സാറിനോട് 2 വാക്ക് സംസാരിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് സരസ്വതി ടീച്ചറോട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള അതായിരുന്നു ഒരു അനുഭവം. അതൊരു ചെറിയ ഒരു ബൈറ്റ് കിട്ടിയതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാകുകയും പിന്നീടും ആ ഒരു സൗഹൃദത്തിന്റെ ഒരു ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന തലം ഉണ്ടാകുന്നത് ഇതേ രാധാകൃഷ്ണൻ മാഷുടെ ശിക്ഷണത്തിൽ എന്റെ മകൾ
ഡാൻസ് പഠിക്കുകയും ആ ഡാൻസിന്റെ അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യാതിഥിയായി വന്നപ്പോൾ അതേ ദിവസം തന്നെ രാവിലെ വിനീത് എന്ന് പറയുന്ന അതുല്യ നടനും അതുല്യ നടൻ അതുപോലെ രാധാകൃഷ്ണ മാഷ് പോലെ തന്നെ ടീച്ചറുടെ ശിഷ്യനാണ്. കൂടാതെ ടീച്ചറും MD സാറും കൂടെ വരികയും ഞങ്ങളെ സമാജത്തിലെ ആ ഫംഗ്ഷൻ ആദ്യത്തെ MDയുടെ പ്രസംഗം കഴിഞ്ഞ് ഞാനും എന്റെ സുഹൃത്തും ഏകർഷവുമാറും അതോടൊപ്പം തന്നെ എന്റെ ഫാമിലിയും കൂടി ഓഫീസ് റൂമിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു. അപ്പോ അവിടെ സമാജത്തിന്റെ തന്നെ അവിടെ ഒരു 1-2 മണിക്കൂർ സമയം ഞങ്ങൾക്ക് ഒന്നിച്ച് ചെലവഴിക്കാൻ പറ്റിയ അനുഭവം. അവിടെ ആ ഫോട്ടോസൊക്കെ കൃഷ്ണകുമാർ വളരെ മനോഹരമായി ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ മകളോട് അദ്ദേഹം കളിക്കുന്ന കുട്ടിയുടെ മൾമയത്ത് ഒരു തുണി ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചെറിയൊരു നൂല് ഉണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് കളയുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ വളരെ വളരെ ഇഷ്ടത്തോടുകൂടി സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വായനയുടെയും US പോയപ്പോൾ ഷെർലക് അനുഭവത്തിന്റെയും മകളോട് ഞാൻ ചോദിച്ച ചോദ്യം തന്നെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതായത് സ്വപ്നം കാണുന്നത് ഏത് ഭാഷയിലാണ് എന്ന് പറയുമ്പോൾ മലയാളത്തിലാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഷെർലക് എഴുതാനുണ്ടായ അനുഭവവും മറ്റു കഥകളും എഴുത്തും തിരക്കഥയൊക്കെ എഴുതേണ്ടി വരുന്നത് അതൊരു തൊഴിൽ എന്ന രീതിയിലാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ MDയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഓർമ്മ ദിനത്തിൽ MD വാസുദേവൻ നായരുടെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയ അമൂല്യമായ നിമിഷങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് മുന്നിൽ, അദ്ദേഹത്തിന്റെ വായനയ്ക്ക് മുന്നിൽ, അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകൾക്ക് മുന്നിൽ, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ സന്ദർഭങ്ങൾക്ക് മുന്നിൽ ഒരു പിടി സ്നേഹത്തിന്റെ ഊഷ്മളമായിട്ടുള്ള പൂക്കൾ അർപ്പിക്കുന്നതോടൊപ്പം കൂപ്പുകൈകളോടുകൂടി അദ്ദേഹത്തിന് സ്നേഹപ്രണാമം.